കേരളത്തിലെ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നിറങ്ങൾ, ആഘോഷം, ഒരുമ, ഭക്തി അല്ലേ? പക്ഷേ ആകാശത്ത് കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾക്കും ചെവി തുളയ്ക്കുന്ന ആ ശബ്ദത്തിനും പിന്നിൽ പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഇരുണ്ട വശമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചർച്ച കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ വിലയെന്താണെന്ന്. അപ്പോ എന്തുകൊണ്ടാണ് ഈ വെടിക്കെട്ടുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഇത്രയും വലിയൊരു ഭാഗമായി മാറിയത്? എന്തിനാ നമ്മളിതിനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പലരെ സംബന്ധിച്ചും വെടിക്കെട്ടെന്നു പറഞ്ഞാൽ വെറുമൊരു നേരമ്പോക്കല്ല. അത് നാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഒരു കലാരൂപമാണ്. അടുത്തുള്ള അമ്പലത്തിനേക്കാൾ അല്ലെങ്കിൽ പള്ളിയേക്കാൾ വലിയ വെടിക്കെട്ട് നടത്തണമെന്നുള്ള ഒരു മത്സരബുദ്ധിയുണ്ട് ഇതിനു പിന്നിൽ. കൂടുതൽ ശബ്ദം, കൂടുതൽ നിറങ്ങൾ, അതാണ് സ്റ്റാറ്റസ്. പക്ഷേ നമ്മൾ വീണ്ടും അതേ ചോദ്യത്തിലേക്ക് വരുന്നു. ഈ അഭിമാനത്തിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? ശരി, ആകാശത്തെ ആ നിറങ്ങളിൽ നിന്നും പ്രകാശത്തിൽ നിന്നും നമുക്കൊന്ന് താഴേക്ക് വരാം, നിലത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ആ ഭീകരമായ ശബ്ദം കേട്ട് പേടിച്ച് കരയുന്ന കുഞ്ഞുകുട്ടികൾ, ചെവി പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന ഗർഭിണികൾ, പ്രായമായവർ, അവരനുഭവിക്കുന്ന അസ്വസ്ഥത. എന്തിനിത്ര മനുഷ്യർ മാത്രം? പരിഭ്രാന്തരായി ഓടുന്ന പട്ടിയും പൂച്ചയും, പേടിച്ചു കൂട്ടം തെറ്റി പറക്കുന്ന പക്ഷികളും. ഈ ശബ്ദം ആകാശത്ത് മാത്രമല്ലല്ലോ മുഴങ്ങുന്നത്, അത് നേരെ വന്ന് തറയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും നമുക്ക് ചുറ്റുമുള്ള ഈ മിണ്ടാപ്രാണികളുടെ നെഞ്ചിലേക്കുമാണ്. ഇനിയിപ്പോ ശബ്ദത്തിന്റെ കാര്യം മാത്രമല്ല, ആകാശത്ത് കാണുന്ന ആ വർണ്ണങ്ങളുണ്ടല്ലോ, അതവിടെ തന്നെ മാഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അത് പതിയെ താഴേക്ക് വരും, രാസവസ്തുക്കൾ നിറഞ്ഞ ഒരു വിഷപ്പുകയായിട്ട്. എന്നിട്ട് നമ്മളും നമ്മുടെ കുട്ടികളുമൊക്കെ ശ്വസിക്കുന്ന വായുവിൽ കലരും. അപ്പോ നമ്മൾ ആഘോഷമെന്ന് പറഞ്ഞു മുകളിലേക്ക് നോക്കി ആസ്വദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ താഴെ നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന വിഷമാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു ഭാഗത്തേക്ക് വരാം. ഇതെന്താണെന്നറിയോ? ഈ വെടികെട്ട് അപകടങ്ങൾ എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല. ഇതൊരു തുടർക്കഥയാണ്. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ചരിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട്. മുണ്ടത്തിക്കോട്, പിന്നെ നമ്മളാരും മറക്കാൻ സാധ്യതയില്ലാത്ത പുറ്റിങ്ങൽ. ഇതൊക്കെ വെറും പത്രവാർത്തകളല്ല, നമ്മുടെ കൺമുന്നിൽ നടന്ന ദുരന്തങ്ങളാണ്. ഓരോ അപകടം നടക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മളെല്ലാം കുറച്ചു ദിവസം അതിനെപ്പറ്റി സംസാരിക്കും, ദുഃഖിക്കും, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അടുത്ത ഉത്സവം വരുമ്പോ എല്ലാം പഴയപടി. ചിലപ്പോൾ അതിലും വലിയ മത്സരത്തോടെ അതേ അപകട സാധ്യതകളുമായി നമ്മൾ വീണ്ടും തുടങ്ങും. ഇതൊരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഈ ഒരു വാചകം ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു സംഗ്രഹമാണ്. ഓരോ വർഷവും നമ്മൾ നിർത്തുന്നു, വിലപിക്കുന്നു, മാറ്റം വാഗ്ദാനം ചെയ്യുന്നു, എന്നിട്ടും അടുത്ത ഉത്സവത്തോടെ അതേ രീതികൾ ആവർത്തിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. സ്വന്തം ചരിത്രത്തിലെ ദുരന്തങ്ങളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ വീണ്ടും വീണ്ടും അതേ അപകടത്തിലേക്ക് പണം കൊടുത്ത് നടന്നു ചെല്ലുന്ന ഒരവസ്ഥ. ഇതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അപ്പോ ജീവന്റെ വില മാത്രമല്ല ഇവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമുക്കിനി ഇതിന്റെ സാമ്പത്തിക വശം കൂടിയൊന്ന് നോക്കാം. ആ കണക്കുകൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. പലപ്പോഴും ലക്ഷങ്ങൾ, ചിലയിടങ്ങളിൽ കോടികൾ വരെയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നോ? വെറും 10-15 മിനിറ്റ്. അത്രയും നേരം നീണ്ടു നിൽക്കുന്ന കുറച്ച് ശബ്ദത്തിനും പുകയ്ക്കും വേണ്ടി കത്തിച്ചു കളയുന്ന പണത്തിന്റെ കണക്കാണിത്. ഇതിനെ നമുക്ക് വെറുമൊരു പ്രകടനം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പണം കത്തിക്കലാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ വെളിച്ചത്തിനു പിന്നില് ചാരമായി മാറുന്നത് ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും നോട്ടുകളാണ്. പുകയായി മാറുന്ന പണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പണം ഇങ്ങനെ കത്തിച്ച് ചാരമാക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? ആ പണം കൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബത്തിന് ഒരു വർഷം മുഴുവൻ ജീവിക്കാനുള്ള വകയായേനെ. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ പഠിപ്പിന്റെ ചിലവ്. ഒരുപക്ഷെ ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വരെ ആ പണം മതിയായിരുന്നു. ഈയൊരു യാഥാർത്ഥ്യം കൺമുന്നിലുണ്ടായിട്ടും നമ്മളെങ്ങനെയാണിതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിലൊരു മാറ്റം വേണ്ടേ? നമ്മുടെ ഭക്തിയും ആഘോഷങ്ങളുമൊക്കെ പുനർനിർവചിക്കാനുള്ള ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ലോകത്തുള്ള ഒരു ദൈവവും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, എന്നെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ കാതടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കണം, മറ്റുള്ളവരെ പേടിപ്പിക്കണം, വിഷപ്പുകയുണ്ടാക്കണം എന്ന്. ഇല്ല. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കാരുണ്യമാണ്, മറ്റുള്ളവരെ പരിഗണിക്കലാണ്, അല്ലാതെ ശല്യപ്പെടുത്തലല്ല.
നമ്മൾ ആദ്യം കണ്ട ആ മൺകുടങ്ങളില്ലേ, നമുക്ക് അവിടേക്ക് തന്നെ ഒന്നുകൂടി വരാം. പക്ഷേ ഇപ്പോ ആ കുടങ്ങളെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നത് പഴയ ചിത്രമല്ല, അല്ലേ? അവ വെറും വസ്തുക്കളല്ല, അവ നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ പ്രതീകമാണ്. അപകടകരമായ ഒരു ശീലം തുടരണോ അതോ തിരിച്ചറിവിന്റെ വഴി തിരഞ്ഞെടുക്കണോ എന്ന ചോദ്യത്തിന്റെ പ്രതീകം. അതുകൊണ്ട് ചോദ്യം ഇതാണ്: കുറച്ചു നേരത്തെ ശബ്ദകോശങ്ങൾക്ക് മുകളിൽ മനുഷ്യന്റെയും മറ്റു ജീവികളുടെയും ജീവന് വില കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വെറും ശബ്ദമാണോ നമുക്ക് വലുത്, അതോ ജീവനാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടതാണ്.